ഇന്ത്യയും മാലിദ്വീപും തമ്മിലുള്ള അകൽച്ചയുടെ മഞ്ഞുരുകുന്നു. യഥാർത്ഥ മിത്രത്തെ മാലിദ്വീപ് തിരിച്ചറിഞ്ഞതോടെയാണ് ഇന്ത്യയുമായുള്ള ബന്ധം വീണ്ടും പഴയപടിയാകുന്നത്. അതിനിടെ മാലിദ്വീപിന് ഇന്ത്യ സ്വതന്ത്ര വ്യാപാര ഉടമ്പടി വാഗ്ദാനം ചെയ്തുവെന്ന വാർത്ത പുറത്തുവന്നു. എന്നാൽ ഇപ്പോൾ ഇത് പൂർണ്ണമായും നിഷേധിച്ചിരിക്കുകയാണ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം. എന്നാൽ മാലിദ്വീപ് ഇങ്ങോട്ടേക്ക് സ്വാതന്ത്ര്യ വ്യാപാര കരാറിനെക്കുറിച്ച് ആവശ്യപ്പെടുകയാണെങ്കിൽ പരിശോധിക്കാൻ ഇന്ത്യ തയ്യാറാകുമെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നു. മാലിദ്വീപും ഇന്ത്യയും തമ്മിൽ ഒരു പുതിയ സ്വതന്ത്ര വ്യാപാര കരാറിൽ എത്തിച്ചേരാനുള്ള ശ്രമങ്ങൾ നടത്തുന്നതായി മാലിദ്വീപ് സാമ്പത്തിക മന്ത്രി മുഹമ്മദ് സെയ്ദ് കഴിഞ്ഞയാഴ്ച പ്രഖ്യാപിച്ചിരുന്നതായി മാലിദ്വീപിലെ ഓൺലൈൻ വാർത്താ ഏജൻസിയായ അദാദു ആണ് റിപ്പോർട്ട് ചെയ്തത്. പിന്നാലെ ഇന്ത്യയിൽ നിന്നുൾപ്പെടെ പ്രതിഷേധ സ്വരങ്ങൾ ഉടലെടുത്തിരുന്നു. മാലിദ്വീപുമായി സ്വതന്ത്ര വ്യാപാര കരാർ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ ഇന്ത്യ ആരംഭിച്ചതോടെയാണ് മാലിദ്വീപ് മന്ത്രി മുഹമ്മദ് സെയ്ദ് പറഞ്ഞത്. കൂടാതെ മാലിദ്വീപുമായി ഒരു സ്വതന്ത്ര വ്യാപാര ഉടമ്പടി ഉണ്ടാക്കണമെന്ന് ഇന്ത്യ ആഗ്രഹിക്കുന്നുവെന്നും മുഹമ്മദ് സെയ്ദ് പറഞ്ഞതായി വാർത്താ ഏജൻസി PTIയും റിപ്പോർട്ട് ചെയ്തിരുന്നു. മാലിദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മുയിസു എല്ലാ രാജ്യങ്ങൾക്കും മാലിദ്വീപുമായി സ്വതന്ത്ര വ്യാപാര കരാറിനുള്ള അവസരം വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്നും വ്യാപാര പ്രവർത്തനങ്ങളിൽ കഴിയുമത്ര രാജ്യങ്ങളുമായി കരാറിലേർപ്പെടാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്നുമാണ് വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ലക്ഷദ്വീപ് സന്ദർശനത്തെ നിരവധി മാലിദ്വീപ് മന്ത്രിമാർ പരിഹസിച്ചതിനെ തുടർന്നാണ് കഴിഞ്ഞ വർഷം നവംബർ മുതൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം വഷളായത്. മുയിസുവിൻ്റെ ചൈന അനുകൂല നിലപാടുകളും അകൽച്ചയ്ക്ക് ആക്കം കൂട്ടി. മാത്രമല്ല മാലിദ്വീപ് വിടാൻ ഇന്ത്യൻ സൈനികരോട് ആവശ്യപ്പെട്ടതോടെ അകൽച്ച പൂർണ്ണമായി. പിന്നാലെ അവസാനത്തെ ഇന്ത്യൻ സൈനികരും ഈ മാസം ആദ്യം ദ്വീപ് വിട്ടിരുന്നു.